ആ ഇന്ന് എന്നെ കാണാൻ എൻ്റെ അമ്മ വന്നിട്ടുണ്ടായി. അമ്മ വന്നപ്പോൾ കുറച്ച് ചോറും കറികളും കൊണ്ടുവന്ന്. ദേ ചോറാണത്. ഇത് 2 നേരത്തേക്കുള്ള ചോറുണ്ട് കേട്ടോ. കറികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല നാടൻ മൊഴിനെ കിട്ടി, അതിനെ കുടംപുളി ഇട്ട് വെച്ചെന്ന് പറയണ്ടേ, നോക്കട്ടെ. ഇതാണ് മൊഴി. ഓ കൊള്ളാട്ടാ. നല്ല പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനിയുള്ള നല്ല താളും പരിപ്പും. തുറക്കടാ. ഇത് നല്ല നാടൻ താളും പരിപ്പും കേട്ടോ. കൊള്ളാം. ഇനിയുള്ളത് നല്ല അടിപൊളി ചിക്കൻ വറുത്തതാണ്. എവിടെ ഒരു കഷ്ണം കഴിച്ചു നോക്കട്ടെ. വലിയ പീസാണല്ലോ. എൻ്റെ പൊന്നോ, എനിക്ക് അമ്മച്ചി എന്തുണ്ടാക്കാനും ഒടുക്കത്തെ ടേസ്റ്റാണ്. ഇനി എൻ്റെ കറികൾ തീർന്നിട്ടില്ല. അത് കറിയില്ല, അത് പിന്നെ കഴിക്കാം. പിന്നെ ഉള്ളത് നമ്മുടെ വെറൈറ്റി സാധനങ്ങൾ. ഇതാണ് അതിത്തിച്ചീര, അങ്ങനെ എന്താണ്ടൊക്കെ പറഞ്ഞു. അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു. അല്ല, ഇത് ചതുരപ്പയറാണ്. നല്ല രസമുണ്ട് കേട്ടോ. ചതുരപ്പയർ എന്ന് പറഞ്ഞൊരു പയറാണ്. പിന്നെ ഇതാണ് നമ്മുടെ അകത്തിച്ചീര പരിപ്പ്. അകത്തിച്ചീര എന്ന് പറഞ്ഞാൽ ഈ വേലിച്ചീര, ചുക്രോളെന്നൊക്കെ പറയുന്ന സാധനമെന്ന് തോന്നുന്നു. അതായത് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഉള്ളത് ഇതാണ് നമ്മുടെ നമ്പർ 1 ഐറ്റം. ഇത് കർക്കിടകത്തിൽ മാത്രം കഴിക്കാൻ പറ്റുന്ന കേരളത്തിൽ നമ്പർ 1 സാധനമാണ്. ഇതിൻ്റെ പേരാണ് ചൊറിയണം ഇല എന്ന് കേട്ടിട്ടുണ്ടോ? ഇത് കർക്കിടക മാസമാണ്. കർക്കിടകത്തിൽ ചൊറിയന്നം വരെ നമുക്ക് ഉലർത്തി കഴിക്കാമെന്നാണ് പറഞ്ഞേക്കണത്. ചൊറിയത്തില്ല, കൺഫേമാണ്. ചൊറിയനം ഒലത്തിയതാണത്. അത് കഴിച്ചു നോക്കട്ടെ. ഇതാണ് ചൊറിയനം. കേട്ടോ എല്ലാവരും? തൊട്ടാ ചൊറിയണമാണ്. നല്ല രസമുണ്ട്. ഇതാണ് ചൊറിയണം. എൻ്റെ അമ്മച്ചി കൊള്ളാട്ടോ. ആദ്യമായിട്ട് ഞാൻ ചൊറിയണം തിന്നണേ. വളരെ സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ ചൊറിയണം കഴിച്ച് കൊള്ളാം. ഇനിയുള്ള സാധനം ചെറിയ ഒരു നാടൻ കോഴിയുടെ കാല് വറുത്തതാണ്. ഈ അമ്പച്ചി ഇങ്ങനെ കുറേ സാധനങ്ങൾ കൊണ്ടുവരുന്നത്. പോട്ടെ. അതെ, ചെറിയൊരു കാലാണ്. നല്ല പെസറിന്